ഹലോ ഗൈസ്, ഞാനിന്ന് ആദ്യമായിട്ടൊരു ആനിമ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോവാണ്. ബക്കി എന്ന് പറഞ്ഞൊരു ആനിമയാണ് ഞാനിന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാനൊരു ആനിമ എക്സ്പ്ലനേഷൻ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. സോ അപ്പോൾ അധികം വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ തുടങ്ങാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ടീച്ചർ എന്തോ ബോർഡിൽ എഴുതാൻ നോക്കുമ്പോൾ അവളുടെ കൈയൊക്കെ ഇങ്ങനെ വിറക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി എനിക്കിട്ട് പറയുകയാണ്, എൻ്റെ കൈ വിറക്കുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റുമോ, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ ചോദിക്കും. ആർക്കൊക്കെ ഇവിടെ കൈ വിറക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൈ പൊക്കുവാണ്. അപ്പോൾ ഒരു ചെക്കൻ എന്താ പറയുക, ബക്കീനെ നോക്കുമ്പോൾ ബക്കി അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ബക്കി എണീക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കി, എന്നിട്ട് ബക്കി എണീക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ബക്കീനെ നോക്കിയിട്ട്. പിന്നെ ബക്കീനെ എന്താ പറയുക, കുറേ പേര് ഇങ്ങനെ വളഞ്ഞിട്ട് 3 പേര് അവനെ റാഗ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു തടിയൻ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുടെ ഈ നോട്ടത്തിൽ അതിനകത്ത് എല്ലാവരും വിറയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട, നിങ്ങൾ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട, ഞാനപ്പോൾ ഇതും പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല എന്നിട്ട് ബാക്കി പോകും. പിന്നെ ഒരു കാറിൽ വേറൊരു അപ്പാപ്പൻ വന്നിറങ്ങുകയാണ്. ഈ അപ്പാപ്പൻ്റെ പേര് ടോക്കുഗാവ എന്നാണ്. ഇയാൾ മറ്റേ ടോക്കുഗാവ കമ്പനിയുടെ മാർഷ്യൽ ആർട്സിൻ്റെ ഉണ്ടാക്കിയ വലിയ ഫൗണ്ടറാണ്. പീഡാവ് നമ്മുടെ ബക്കിയുടെ സ്കൂളിലേക്ക് വരുവാണ്. അപ്പോൾ ബക്കീനെ ടീച്ചർ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറയാണ്, നിങ്ങൾ ഇങ്ങനെ വരുന്നു ഞങ്ങൾ വിചാരിച്ചേ ഇല്ല എന്ന് പറയണം. അപ്പോൾ ബക്കി വരികയാണ്. ബക്കി വന്നിട്ട് പറയും, എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എൻ്റെ അപ്പാപ്പ ചോദിക്കും. അപ്പോൾ എല്ലാവരും പേടിക്കും. അപ്പോൾ ഈ അപ്പാപ്പൻ പറയും, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്നിട്ടൊരു പെട്ടി എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കും. ബക്കി പറയും, അറിയില്ല എന്ന് പറയും. ഈ അപ്പാപ്പൻ പറയും, ഇത് ഫുള്ള് അതിനകത്ത് ഫുള്ള് മറ്റേ നൈട്രോഗ്ലിസറിനാന്ന് പറയും. തുറക്കുമ്പോൾ ക്രിസ്റ്റലായിട്ടുള്ള നൈട്രോഗ്ലിസറിൻ. എന്നിട്ട് ഈ അപ്പാപ്പൻ പറയും, ഈ ലോകത്ത് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ വേറൊരു കഥ പറയാം, നിന്നോടൊരു കാര്യം പറയാം. ഇത് യഥാർത്ഥ സിങ്ക്രണിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയും. അപ്പോൾ ഒരു ജയിലാണ് കാണിക്കണത്. ഈ ജയിലിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ പോലത്തെ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ കൊണ്ടുപോയിരിക്കും. ഈ അപ്പൂപ്പൻ്റെ പേര് ഡോറിയാൻ എന്നാണ്. ഈ ഡോറിയാനെ എക്സിക്യൂട്ട് ചെയ്യാൻ കൊണ്ടുപോയിരിക്കും. എന്നിട്ട് അവസാന വിഷയം എന്താ ചോദിക്കുമ്പോൾ ഡോറിയാൻ പറയും, എനിക്ക് ഡിഫീറ്റ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് ആൾ കയ്യങ്ങ് വീശുമ്പോൾ ഡോറിയാനെ പിടിച്ച് അങ്ങ് തൂക്കി കൊല്ലും. അങ്ങനെ ആ കയറൊക്കെ ഞെരുകി കാലൊക്കെ പടഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആൾ ചാവുകയാണ് നാക്ക് പുറത്തിട്ടിട്ട്. എന്നിട്ട് ഒരു മുട്ട ഡോക്ടറിനെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറക്കിയിട്ട് ആൾ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ടിട്ട് നോക്കാൻ പോകുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ബേ എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് എണീക്കും. എന്നിട്ട് ഇഴഞ്ഞ് ചെന്നിട്ട് എല്ലാത്തിനെയും കാലുകൊണ്ട് അടിച്ച് തമ്പോറാക്കും. എന്നിട്ട് ഇയാൾ തൻ്റെ മേത്ത് ഉണ്ടായിരുന്ന ആ സാധനമൊക്കെ വലിച്ച് അഴിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ മസിൽസൊക്കെ കാണിക്കും. എന്തായാലും വയസ്സായിട്ട് ഇത്ര മസിൽ. എന്നിട്ട് ഈ അപ്പാപ്പന്മാരെ നിൽക്കുന്നവന്മാരെയൊക്കെ എല്ലാത്തിനെയും ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ഡോറിയാനാണെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ഒരു വള്ളിയിലങ്ങ് ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഉണക്കാടണ പോലെ ഉണക്കിയാടും. അപ്പോൾ പോറ്റുള്ള പോലീസുകാർക്ക് വന്നിട്ട് പേടിക്കും. എന്നിട്ട് അവരുടെ രക്തം കൊണ്ട് എഴുതിച്ചിട്ടും ഞാൻ ടോക്കിയോക്ക് പോകണം. എന്നിട്ട് ഡോറിയാൻ അപ്പൂപ്പനാണെങ്കിൽ നീന്തി അങ്ങോട്ട് പോകും. പിന്നെ പറയും, വേറൊരു കാര്യമുണ്ടെന്ന് നമ്മുടെ ഈ അപ്പൂപ്പൻ പറയും, ഇത് ഇവിടെ നിലവിലിരിക്കണ ടോക്കുഗാവ അപ്പൂപ്പൻ പറയും. എന്നിട്ട് വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, വേറൊരു ചോപ്പ മുടിയനെ ഒരു ഡാവിനെ എന്താ പറയുക, ഇങ്ങനെ ഇലക്ട്രിസിറ്റി അടിച്ച് കൊല്ലാൻ നിൽക്കുകയായിരിക്കും. എന്നിട്ട് അയാളെ ഇലക്ട്രിസിറ്റി അടിക്കും. ഇയാളും സെയിം കാര്യമാണ് പറഞ്ഞത്, എനിക്ക് ഡിഫീറ്റ് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ വായിൽ നിന്ന് പറയുമ്പോൾ അതൊക്കെ വന്നിട്ട് ഇയാൾ ചത്തു. എന്നിട്ട് ഈ പോലീസ് അടുത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് പടേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പൊട്ടി എങ്ങ് പൊളിഞ്ഞു പോവാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഡാവ് പറയണം, നിങ്ങളൊക്കെ എന്തിനാണ് പേടിച്ച് കിടന്നിട്ട് അവന്മാരെ തല രണ്ടടിച്ചിട്ട് അവന്മാരെ കൊന്നളയും. എന്നിട്ട് ഞാൻ ഗണ്ണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ, ശരി നീ എന്നെ കൊല്ലി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഇടിച്ച് മോന്തയ്ക്ക് പൊട്ടിച്ചിട്ട് ആ ഗണ്ണ് നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുകയാണ് ഈ ചപ്പമുടിയൻ. എന്നിട്ട് അവൻ്റെ കണ്ണിലൊക്കെ ഇട്ടയച്ചിട്ട് എനിക്ക് ഡിഫീറ്റ് ടേസ്റ്റ് ചെയ്യണം, അത് തന്നെ കൊണ്ട് ഞാൻ ടോക്കിയോക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇയാളെ ടോക്കിയോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ അവിടെ നിൽക്കുന്നുണ്ടാവും. എയറോപ്ലെയിൻ കയറിയിട്ട് ഇയാൾ സുഖമായിട്ട് ടോക്കിയോക്ക് പോകും. പിന്നെ വേറൊരു സംഭവം പറയാണ്, ഒരു 100 മീറ്ററുള്ള ഒരു ജയിൽ, ആ ജയിലിലാണെങ്കിൽ ഒരുത്തനെ അടച്ചിട്ടുണ്ടായിരുന്നു, സിക്കോഴ്സ്കി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ. അപ്പോൾ ഈ ഡാവ് രക്ഷപ്പെട്ടു. ഇത്രയും 100 മീറ്ററുള്ള സാധനത്തോടെ ആൾ പൊത്തിപ്പിടിച്ച് കയറി എന്നാണോ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, നീ വിചാരിക്കുന്ന പോലെയല്ല സിക്കോഴ്സ്കി, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ്. അങ്ങനെ ഇവരെല്ലാവരും സിക്കോഴ്സ്കിക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ തുടങ്ങാണ്. പുറഞ്ചും തിരയാണ് ഞാൻ മഞ്ഞയത്ത്. എന്നിട്ടൊരു സ്ഥലത്ത് വന്നപ്പോൾ ആളുടെ ഫ്രണ്ട് ഒരു ആളിനെ അടിച്ച് ചപ്പാത്തി ആക്കിയിട്ട് മഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ഞാൻ ടോക്കിയോക്ക് പോകാമെന്ന്. പിന്നെ വേറൊരു കാര്യം, സ്പെക്ക് എന്ന് പറയുന്ന ഒരുത്തനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾ ചാവുന്നേക്കാൻ മുന്നേ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാവ് വരികയാണ്. അപ്പോൾ ആൾക്കൊരു ഫോട്ടോ കാണിച്ചിട്ട്, ഇയാളെ കണ്ടോ, ഇയാളാണ് മുന്നേ കൗൺസിലിങ്ങിന് വന്ന ഡാവ്.
ആൾ അടുത്തേക്ക് പോയപ്പോൾ മോന്തയ്ക്ക് ഒരു ഒറ്റ ഇടിയാണ്. ആളുടെ ഷേപ്പ് തന്നെ മാറി. അത് കാരണം കൊണ്ട് അടുത്തേക്കും പോകണ്ട, എന്താ പറയുക, ആളോട് ഒരുപാട് സംസാരിക്കുകയും വേണ്ട എന്ന് പറയും. എന്നിട്ട് ഇയാളാണെങ്കിൽ ഓക്കെ പേടിച്ചിട്ട് ആളെ ബെൽറ്റ് വരെ അവിടെ ഊരി വെച്ചിട്ട് വരും. അവിടെ വെപ്പൺസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ ബെൽറ്റ് വരെ അവിടെ ഊരി വെച്ചിട്ട് വരും. എന്നിട്ട് ഇങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതിന് കരാട്ടെ ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ബെൽറ്റിൻ്റെ കാര്യങ്ങൾ മറന്നേക്കെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ അവനാകെ ഞെട്ടിപ്പോവാണ്. കാരണം അവിടെ സ്പെക്കില്ല. പെട്ടെന്ന് മുകളിലുള്ള ഗ്രില്ല് തുറന്നു സ്പെക്ക് കൈയിട്ട് തലയെടുത്ത് അടിച്ച് ചപ്പാത്തി ആക്കിയിട്ട് അവൻ അണ്ണാക്കിയെന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് ബുള്ളറ്റ് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ആൾ പോവും. അപ്പോൾ സ്പെക്ക് പറയും എനിക്ക് ഡിഫീറ്റ് ടേസ്റ്റ് ചെയ്യണം, അത് കാരണം കൂടി ഞാൻ ടോക്കിയോക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോൾ പറയും അപ്പോൾ അതിനൊരിക്കലും സാധ്യതയില്ല, അവൻ എന്തായാലും 30 സെക്കൻഡിൽ ഭരിച്ചു. കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ സാധനം എന്ന് പറയുമ്പോൾ. സ്പെക്കാണെങ്കിൽ സുഖമായിട്ട് നീന്തി അങ്ങോട്ട് കയറി ചെല്ലും. സ്പെക്ക് ഒരു മുട്ടയാണ് കേട്ടോ. അങ്ങനെ സ്പെക്ക് പറയും ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യായിരുന്നു വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വലിയൊരു പുക വിടും. പിന്നെ ഒരാൾ മഷി വെച്ചിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഡാവിൻ്റെ പേരാണ് യാനാഗി അപ്പൂപ്പൻ. അങ്ങനെ യാനാഗി അപ്പൂപ്പനാണെങ്കിൽ എന്തോ കാര്യമായിട്ട് ഇരുത്തിയിട്ട് ആളെ കൊല്ലാൻ പോവുകയാണ്. ആളും ജയിലിൽ തന്നെ. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് പറയണം നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും പോയിസണസ് ഗ്യാസ് ഏതാണെന്നറിയോ? അപ്പോൾ പെട്ടെന്ന് തല്ലൊരു തോക്കെടുക്കും. അപ്പോൾ ഇതെനിക്ക് ഈ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എനിക്ക് സാധാ ഒരു ഗ്ലാസ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാക്യൂം ക്രിയേറ്റ് ചെയ്താന്ന് പറയും. എന്നിട്ട് ആ പാപ്പൻ അവിടെ കൈവയ്ക്കുമ്പോൾ എന്തോ ഒരു എനർജി വന്നിട്ട് അത് നോർമലി ഗ്ലാസ് ആവും. എന്നിട്ട് വെടി വയ്ക്കുമ്പോൾ ആ ഗ്ലാസ് നോർമലി ഗ്ലാസ് പോലെ പൊട്ടാണ്. എന്നിട്ട് ഈ യാനാഗിയാണെങ്കിൽ അവിടെ ഇറങ്ങി വന്നിട്ട് നിന്നോട് ഞാൻ ചോദിച്ചില്ലേ ഏതാണ് ലോകത്തിലെ ഏറ്റവും പോയ്സണസ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ അടിച്ചിട്ടിട്ട് വേറൊരുത്തൻ്റെ ബാക്കിൽ നിന്നിട്ട് പറയാണ് അതാ ആ പോയ്സണസ് ഗ്യാസാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വായിൽ ചെവി വെച്ച് അങ്ങ് ഊതും. എന്നിട്ട് അവനെ ഞാൻ കൊന്നിട്ടിട്ട് പോവും. അവിടെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഡിഫീറ്റ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. അവർ 5 പേരും ടോക്കിയോയ്ക്ക് വരണം, അവർക്ക് 5 പേർക്കും ഡിഫീറ്റ് ടേസ്റ്റ് ചെയ്യണം. നിനക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായോ ബാക്കി? അവരൊക്കെ എന്നെ തേടി വരുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരട്ടെ? അപ്പോൾ ഇങ്ങനെ ഒരു സീൻ കാട്ടിക്കൊണ്ട് നമ്മുടെ ബക്കി എന്ന് പറഞ്ഞ അനിമയുടെ കഴിയാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ടാറ്റാ ബൈ ബൈ, സീ യു.